ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പൊറാട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി തരണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അടിപൊളി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഇതാ ഞാൻ 1/2 കിലോ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മൈദ മാവ് എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. 2 ടീസ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിയത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. നമ്മൾ ചൂടുവെള്ളമാണല്ലോ ഒഴിച്ചു കൊടുക്കണേ, അപ്പോൾ നല്ല പോലെ നമ്മൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല പോലെ കുഴച്ച് വെച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈം ഒരു 10-15 മിനിറ്റ് അതിലൊന്ന് കുറച്ചൊന്ന് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾക്കൊന്നൊരു 10-15 മിനിറ്റ് മാത്രം ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മളെ മാവ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ നീളത്തിലൊന്ന് ആക്കിയെടുക്കണേ. ഇത് നമ്മൾക്ക് പാകത്തിനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്യാനാണ്. നമ്മളെ പൊറാട്ടല്ലേ, പൊറാട്ടനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഇത്. ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ നമ്മൾക്ക് തോന്നും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പോൾ പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വീഡിയോസ് അപ്പോൾ തന്നെ കാണാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ സെയിം അളവിന് തന്നെ ഓരോരോ ഇതങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോ പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ നിന്ന് ഓരോന്നെടുത്ത് ഓരോ ഉരുളകളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് ഉരുളകളാക്കുന്നത്. പിന്നെ നമ്മൾക്കങ്ങനെ നമ്മളെ കയ്യിൽ വെച്ചിട്ടും അങ്ങനെ ഇതുപോലെ ഉരുളകളാക്കി നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും, ഞാൻ അത് വെറുതെ പറയല്ലേ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. നമ്മൾ പൊറാട്ട ഉണ്ടാക്കിയാൽ നമ്മൾ എത്രയായാലും നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, പൊറാട്ടേനേക്കാളും ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഞാനിതാ ഓരോ ഉരുളകളാക്കി വെച്ചത് ഒന്ന് ഇതുപോലെ നമ്മളൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിയൊക്കെ ഇങ്ങനെ പരത്തി എടുക്കില്ല, അതുപോലെ കുറച്ച് നല്ലപോലെ തന്നെ പരത്തിയിട്ട് പിന്നെ നമ്മൾ ഈ പത്തിരി കുഴലുണ്ടല്ലോ ഇത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് പത്തിരിൻ്റെ റോളർ ഇത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് നല്ലപോലെ അതൊന്ന് ഉരുട്ടിയാണ്ട് കൊടുത്താൽ തന്നെ നല്ല പോലെ പരന്ന് കിട്ടും. നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മൾ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ മാവൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മൈദപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഇത് നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിത് എല്ലാ ഭാഗത്തും ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇതുപോലെ തന്നെ ചെയ്യണം. ഇത് നമ്മൾക്ക് ഈ ഒരു പൊറോട്ട നമ്മൾക്ക് ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്യാം, ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പൊറോട്ട എന്ന് പറയുമ്പോൾ മൈദപ്പൊടി കൊണ്ടാണല്ലോ അല്ലേ പൊറോട്ട കൂടുതൽ ഇഷ്ടം. ഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾക്ക് ആട്ടപ്പൊടി കൊണ്ടാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് മൈദപ്പൊടി വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ മക്കൾക്കൊന്നും കൂടി കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്നും കൂടി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് ഇതേപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നല്ല കുറേ പണിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനെന്നൊക്കെ. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്ന ഒരു പൊറോട്ടേൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഞാൻ മൊത്തം അതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മീതെ കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കണേ. ഒരു അറ്റം വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഇതിൻ്റെ ഒരു അറ്റം ഇങ്ങനെ ഇതുപോലെ റൗണ്ടാക്കി എടുക്കാം.
അത് ചെറുതാക്കി ഒരു ഭാഗം ഇങ്ങനെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം ആ മറ്റേ അറ്റം കൊണ്ട് നമ്മൾക്കിത് ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ലാസ്റ്റ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതിൻ്റെ അടിഭാഗത്തേക്ക് വേണം നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കാൻ. അതങ്ങനെ ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല ലെയർ പൊറാട്ടയാണ് കേട്ടോ. ഇത് കിട്ടുക നല്ല ലെയറായിട്ടുള്ള പൊറാട്ടയാണ്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഇവിടെ കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാനിതാ പരത്തിയെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. നല്ല പോലെ കനം കുറച്ച് നമ്മൾക്ക് ഈ ഒരു റോളർ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല പോലെ കനം കുറഞ്ഞിട്ട് തന്നെ കിട്ടും കേട്ടോ, പരത്താനേ പറ്റും. ഇപ്പോൾ ഇതാ ഓയിൽ ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഓയിൽ എത്തണേ, എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ ഇതിങ്ങനെ നമുക്ക് ചുരുട്ടി എടുക്കാം. ഓരോ ഭാഗം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചുരുട്ടിയെടുക്കാൻ കഴിയും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ ഇതുപോലെ ചുരുട്ടിയെടുക്കാൻ കഴിയും. ഇതപ്പോൾ ഞാനിത് എല്ലാം ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ മേലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഒരറ്റം പതുക്കെ ഇങ്ങനെ ചെറുതാക്കി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ബാക്കി അതിൻ്റെ ഭാഗം എടുത്ത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് അതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ ബൗളും അതുപോലെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ പൊറോട്ട നമ്മൾ ഇതുപോലെ ചുരുട്ടിയെടുക്കുന്ന പോലെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ബട്ടർ വേണം. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് നമ്മൾ ചുരുട്ടി വെച്ച ഓരോ പൊറോട്ട ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ മാത്രം, നല്ല ശക്തിയിലൊന്നും നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. പതുക്കെ ഒന്ന് നമ്മൾ ഈ റോളർ വെച്ചാൽ തന്നെ നല്ല പോലെ ഇങ്ങനെ പരന്ന് കിട്ടും. നമ്മൾ പൊറോട്ടൻ്റെ ഒക്കെ ആ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒന്ന് അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഒരു ബൗളും കൂടി ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പൊറോട്ടയും അതുപോലെ തന്നെ പരത്തി വെച്ചിട്ടാണ് ഞാൻ ചുടാൻ നിന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ എല്ലാതും പരത്തി ഓരോന്ന് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് അത് ചുട്ടെടുത്തിട്ട് ബാക്കി അങ്ങനെ പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുത്താലും മതി. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ബട്ടറിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ദോശച്ചട്ടി ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ, നമ്മൾ പൊറോട്ടയൊക്കെ കടയിലൊക്കെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണല്ലോ അല്ലേ ചുടുക. അതുപോലെ ഇതുപോലെ ഈ ദോശച്ചട്ടി ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ നമ്മൾക്കിത് ചുട്ടെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിൽ നമ്മൾക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ബട്ടർ അതിൽ തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീതതാ നമ്മളെ മല്ലിച്ചപ്പ് ഇട്ടിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ അതുകൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇട്ടിട്ടുള്ള ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് തിരിച്ചും മറിച്ച് ഇട്ടെടുത്ത് ഓരോ മിനിറ്റ് കേട്ടോ ഒന്ന് നല്ലപോലെ തിരിച്ചും മറിച്ച് ഇട്ടെടുത്ത് നല്ലപോലെ ഇതൊന്ന് പൊറോട്ട ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആയി കിട്ടും, കുറേ ടൈമൊന്നും വേണ്ട. ഒരു ഭാഗം റെഡി ആയാലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾക്ക് നമ്മളെ പൊറോട്ട റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ ഞാൻ അടുത്ത പൊറോട്ട എങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ എല്ലാ പൊറോട്ടയും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഏതൊരു കുട്ടികൾക്കും നല്ല ഇഷ്ടമാവട്ടോ. ഫുഡൊക്കെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള മടിയൊക്കെ ഉള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടം. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാം. നമ്മളെ പൊറോട്ട നമ്മൾക്ക് ചുട്ടെടുക്കാം. പൊറോട്ട ഒക്കെ ചുട്ടെടുത്ത് എല്ലാ പൊറോട്ടയും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടയിൽ നിന്നൊക്കെ പൊറോട്ട കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് പൊറോട്ട അടിച്ചെടുത്തിട്ടാണല്ലോ തരിക അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു 3-4 പൊറോട്ട ആയാൽ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും നല്ല അടിപൊളി സോഫ്റ്റ് ലെയർ പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ലെയറായിട്ടുള്ള പൊറോട്ട തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റും ആയിരുന്നു, സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യാൻ മറന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.